നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അസാധാരണ മനുഷ്യനെ കുറിച്ചാണ്. അവൻ മറ്റാരുമല്ല, ബ്രൂസ് ലീ. ആയോധന കലയുടെ ലോകത്ത് ദൈവമായി ആരാധിക്കപ്പെടുന്ന ഈ മനുഷ്യൻ ഒരു കാലത്ത് തെരുവിൽ കറങ്ങി നടന്ന ഒരു സാധാരണ ബാലനായിരുന്നു. ഊരിലെ കുട്ടികളോട് വഴക്കിട്ട് പരാജയപ്പെട്ട് മനസ്സ് മടുത്ത് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. പക്ഷേ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ആ സാധാരണ ബാലൻ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ആയോധന കലാകാരനായി മാറി. ഒരു കൈ പോലും ഉയർത്താൻ കഴിയാതിരുന്ന ആ ബാലൻ ഒരു നിമിഷത്തിനുള്ളിൽ ആരെയും നിലംപരിശാക്കാൻ കഴിയുന്ന ശക്തി ലഭിച്ചു. ഉദാഹരണത്തിന്, കൈയിലുള്ള നാണയം ഒരു നിമിഷത്തിനുള്ളിൽ മാറ്റിവെക്കുക, വെറും 2 വിരലുകൾ കൊണ്ട് പുഷപ്പ് ചെയ്യുക, നഞ്ചാക്ക് ഉപയോഗിച്ച് ടേബിൾ ടെന്നീസ് കളിച്ച് പ്രൊഫഷണൽ കളിക്കാരെ പരാജയപ്പെടുത്തുക. ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ എത്രയോ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ഇന്ന് ബ്രൂസ് ലീയുടെ 9 അത്ഭുതകരമായ ഫൈറ്റിംഗ് കഴിവുകളെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. ഇവ കേൾക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന. ഈ ഉള്ളടക്കം നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ചാനലിൽ ഇതുപോലുള്ള രസകരവും അത്ഭുതകരവുമായ വീഡിയോകൾ നിനക്ക് കാണാം. സബ്സ്ക്രൈബ് ബട്ടൺ സൗജന്യമാണ്, പക്ഷേ നിന്റെ പിന്തുണ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. 1. ഒരു ഇഞ്ച് പഞ്ച്. സുഹൃത്തുക്കളെ, വെറും 1 ഇഞ്ച് അകലെ നിന്ന് പഞ്ച് അടിച്ചാൽ മുന്നിൽ നിൽക്കുന്നവൻ 2 മീറ്റർ ദൂരെ പറന്നുപോകുമെന്ന് വിചാരിക്കാൻ കഴിയുമോ? അതും ബ്രൂസ് ലീ ഒരടി പോലും നീങ്ങാതെ. ഇത് ഒരു ഭാവനാ കഥയല്ല, ബ്രൂസ് ലീയുടെ യഥാർത്ഥ കഴിവാണ്. 1996 ലോങ് ബീച്ച് ഇന്റർനാഷണൽ കരാട്ടെ ടൂർണമെന്റിൽ ബ്രൂസ് ലീ ഈ അത്ഭുതം ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തു. മുന്നിൽ ഒരു പരിചയസമ്പന്നനും ശക്തനുമായ ഫൈറ്റർ നിന്നിരുന്നു. ബ്രൂസ് ലീ വെറും 1 ഇഞ്ച് അകലെ നിന്ന് പഞ്ച് അടിച്ചു. ആ ഫൈറ്റർ കസേരയോടെ കൂടി 2 മീറ്റർ ദൂരെ ഊർന്നുപോയി. അതോടെ നിന്നില്ല, പിന്നീട് 6 ഇഞ്ച് അകലെ നിന്ന് മറ്റൊരു പഞ്ച്. ഇത്തവണ ആ ഫൈറ്റർ 10 അടി ദൂരെ ഊർന്നുപോയി. അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ ബ്രൂസ് ലീ 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. ഇത് ഒരു വലിയ പാറയ്ക്ക് ഫുട്ബോളിനെ ചവിട്ടുന്നതുപോലെയാണ്. പാറ അവിടെ തന്നെ നിൽക്കും, പക്ഷേ പന്ത് ദൂരെ പറന്നുപോകും. ബ്രൂസ് ലീയുടെ ശരീരം ആ പാറയെപ്പോലെ അടങ്ങിയ ശക്തമായ അപാരമായ ശക്തിയോടെ 1 ഇഞ്ച് പഞ്ചിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ബ്രൂസ് ലീ മാത്രമാണ്. ഇന്നും ഈ ടെക്നിക്ക് പഠിക്കാൻ എത്രയോ പേർ ശ്രമിക്കുന്നു, പക്ഷേ ബ്രൂസ് ലീയുടെ നിലവാരത്തിലേക്ക് ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. 2. കണ്ണുകൾ കെട്ടി ഫൈറ്റിംഗ്. ഇനി മറ്റൊരു അസാധാരണ ടെക്നിക്കിനെ കുറിച്ച് പറയാം. ബ്രൂസ് ലീ കണ്ണുകൾക്ക് കറുത്ത തുണി കെട്ടി ഫൈറ്റ് ചെയ്യുമായിരുന്നു. അതെ, കണ്ണുകൾക്ക് ഒന്നും കാണാൻ പറ്റാതെ മുന്നിൽ നിൽക്കുന്നവന്റെ ആക്രമണങ്ങളെ തടഞ്ഞ് ഒരു നിമിഷത്തിനുള്ളിൽ അവനെ നിലംപരിശാക്കും. ഒരിക്കൽ അവൻ തന്റെ ശിഷ്യനായ ടാക്കി കിമുറയോട് ഈ അത്ഭുതകരമായ ഫൈറ്റ് നടത്തി. നിനച്ചു നോക്കൂ, കണ്ണുകൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, മുന്നിൽ ഒരു ഫൈറ്റർ ആക്രമിക്കുന്നു. പക്ഷേ ബ്രൂസ് ലീ ഓരോ ആക്രമണവും തടഞ്ഞ് ഒരു നിമിഷത്തിനുള്ളിൽ അവനെ വീഴ്ത്തി. ആദ്യത്തെ ആക്രമണത്തിൽ കിമുറ ഒരു കിക്ക് വീശി. ബ്രൂസ് ലീ ആ കിക്കിന്റെ ശബ്ദം കേട്ട് ഊഹിച്ച് ആ കിക്ക് പിടിച്ച് ഒറ്റ അടിയിൽ കിമുറയെ നിലംപരിശാക്കി. വീണ്ടും കിമുറ ആക്രമിച്ചപ്പോൾ ബ്രൂസ് ലീ അവന്റെ തോളിൽ പിടിച്ച് ഒരു നിമിഷത്തിനുള്ളിൽ നിലത്തിട്ടു. ഇത് എങ്ങനെ സാധ്യമായി? ബ്രൂസ് ലീയുടെ അസാധാരണ കേൾവിശക്തി, വേഗതയേറിയ റിഫ്ലെക്സുകൾ, മൂർച്ചയുള്ള മനസ്സ്. അവൻ കാലിന്റെ ശബ്ദം, ശ്വാസത്തിന്റെ താളം, വായുവിലെ പേശികളുടെ ചലന ശബ്ദം എന്നിവ കേട്ട് ആക്രമണം എവിടെ നിന്ന് വരുന്നുവെന്ന് ഊഹിച്ചെടുക്കും. 3-4 തവണ കിമുറ ആക്രമിച്ചെങ്കിലും ഓരോ തവണയും ബ്രൂസ് ലീ അവനെ നിലംപരിശാക്കി. കണ്ണുകൾക്ക് കാണാൻ പറ്റാതെ, ഭയമില്ലാതെ, വെറും ശബ്ദങ്ങളെ മാത്രം ആശ്രയിച്ച് ഫൈറ്റ് ചെയ്യുക എന്നത് മനുഷ്യന്റെ കഴിവിനപ്പുറമുള്ള ഒരു അത്ഭുതമാണ്. ആയോധന കലയുടെ ലോകത്ത് ബ്രൂസ് ലീയുടെ ഈ കണ്ണുകൾ കെട്ടി ഫൈറ്റ് ചെയ്യുന്ന രംഗം ഒരു അതുല്യവും അവിശ്വസനീയവുമായ നിമിഷമായി നിലനിൽക്കുന്നു. 3. നഞ്ചാക്ക് കൊണ്ട് പിങ് പോങ്. ബ്രൂസ് ലീയുടെ മറ്റൊരു അത്ഭുതകരമായ കഴിവ് നഞ്ചാക്ക് ഉപയോഗിച്ച് ടേബിൾ ടെന്നീസ് കളിക്കുക. അതെ, ഒരു പരസ്യ ഷൂട്ടിനായി ബ്രൂസ് ലീ ടേബിൾ ടെന്നീസ് കളിക്കാൻ വന്നു. പക്ഷേ അവന്റെ കയ്യിൽ ടേബിൾ ടെന്നീസ് റാക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നത് നഞ്ചാക്ക്. മുന്നിൽ ഒരു പ്രൊഫഷണൽ കളിക്കാരൻ നിന്നിരുന്നു. കളി തുടങ്ങി. ബ്രൂസ് ലീ തുടർച്ചയായി 6-7 ഷോട്ടുകൾ തികഞ്ഞ കൃത്യതയോടെ അടിച്ചു. മുന്നിൽ നിന്ന കളിക്കാരൻ അത്ഭുതപ്പെട്ട് തെറിച്ചുപോയി. കുറച്ചു നേരത്തിനു ശേഷം ആ കളിക്കാരൻ പരാജയപ്പെട്ടു. പിന്നീട് 2 ചാമ്പ്യൻ കളിക്കാർ, ഈ കളിയിൽ ഒട്ടേറെ മെഡലുകൾ നേടിയവർ, ബ്രൂസ് ലീയെ വെല്ലുവിളിച്ചു. പക്ഷേ ബ്രൂസ് ലീയുടെ ശ്രദ്ധ, ടൈമിംഗ്, നഞ്ചാക്കിന്റെ മേലുള്ള നിയന്ത്രണം അസാധാരണമായിരുന്നു. അവൻ വലത്, ഇടത്, മുകളിൽ, താഴെ എല്ലാ കോണുകളിൽ നിന്നും ഷോട്ടുകൾ അടിച്ചു. അവസാനം ആ 2 ചാമ്പ്യന്മാരും ബ്രൂസ് ലീയുടെ കയ്യിൽ തോറ്റു. നഞ്ചാക്ക് ഒരു ആയുധമാണ്, പക്ഷേ ബ്രൂസ് ലീ അതുപയോഗിച്ച് ആയോധന കല മാത്രമല്ല, ഇത്രയും സൂക്ഷ്മമായ ഒരു കളിയും കളിച്ചു. ഈ ചെറിയ നഞ്ചാക്ക് കൊണ്ട് പന്തിനെ ഇത്ര കൃത്യമായി അടിക്കുക എന്നത് ഒരു അത്ഭുതം തന്നെയല്ലേ?
ഇത് ബ്രൂസ് ലീയുടെ കൈകളുടെ പിടുത്തം, കണ്ണിന്റെ കൃത്യത മനുഷ്യന്റെ കഴിവിനെ മറികടക്കുന്നു എന്ന് തെളിയിക്കുന്നു. 4. 2 വിരലുകൾ കൊണ്ട് പുഷപ്പ്. നിനക്ക് ഒറ്റയടിക്ക് എത്ര പുഷപ്പ് ചെയ്യാൻ കഴിയും? 30, 40, അതോ 50? ഇനി ബ്രൂസ് ലീയെ കുറിച്ച് കേൾക്കൂ. അവൻ വെറും 2 വിരലുകൾ കൊണ്ട് പുഷപ്പ് ചെയ്യുമായിരുന്നു. അതെ, 2 വിരലുകളിൽ തന്റെ ശരീരം ഉയർത്തി 100 തവണ തുടർച്ചയായി പുഷപ്പ് ചെയ്യും, അതും ഒരു തവണ പോലും വിറയ്ക്കാതെ. ഇത് ഒരു സ്റ്റണ്ടല്ല, ഇത് അവന്റെ അസാധാരണ ശക്തി, ബാലൻസ്, കൃത്യത എന്നിവയുടെ പ്രതീകമാണ്. അതുമാത്രമല്ല, ഒരു കൈ കൊണ്ട് 400 പുഷപ്പ്, 2 കൈകൾ കൊണ്ട് 1500 പുഷപ്പ്, അതും ഒറ്റയടിക്ക്, നിർത്താതെ, ക്ഷീണിക്കാതെ. ബ്രൂസ് ലീയുടെ വിശ്വാസം എന്തായിരുന്നുവെന്നാൽ, ശക്തി പേശികളിൽ നിന്ന് മാത്രമല്ല, മനസ്സിന്റെ നിയന്ത്രണം, അച്ചടക്കം, കഠിന പരിശീലനം എന്നിവയിൽ നിന്നാണ് വരുന്നത്. ഈ 2 വിരൽ പുഷപ്പ് ഇന്നും ആയോധന കലയുടെ ലോകത്ത് ഒരു ഇതിഹാസമായി നിലനിൽക്കുന്നു. 5. 1 സെക്കൻഡിൽ 6 കിക്കുകൾ. 1 സെക്കൻഡിൽ 2-3 കിക്കുകൾ അടിക്കാൻ കഴിഞ്ഞാൽ അതിനെ നമ്മൾ സൂപ്പർ ഫാസ്റ്റ് എന്ന് വിളിക്കും, അല്ലേ? പക്ഷേ ബ്രൂസ് ലീ 1 സെക്കൻഡിൽ 6 കിക്കുകൾ അടിക്കുമായിരുന്നു. അതും കൃത്യമായ ലക്ഷ്യത്തോടെ, വ്യത്യസ്ത കോണുകളിൽ നിന്ന്, വ്യത്യസ്ത ശക്തിയോടെ. ഇത് ക്യാമറയിൽ പകർത്തപ്പെട്ട സത്യമാണ്. അവന്റെ കാലുകൾ മിന്നലിനേക്കാൾ വേഗത്തിൽ ചലിച്ചിരുന്നു. മുന്നിൽ നിൽക്കുന്നവന് ഊഹിക്കും മുമ്പേ 6 കിക്കുകൾ തുടർച്ചയായി വീണിരുന്നു. ഇത് വെറും ശക്തിയെക്കുറിച്ചല്ല, ഇത് വേഗത, നിയന്ത്രണം, പരിശീലനം എന്നിവയുടെ അത്ഭുതകരമായ സംയോജനമാണ്. 1 മിനിറ്റിൽ 360 കിക്കുകൾ അടിക്കാൻ അവൻ കഴിയുമെന്ന് വിചാരിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള കിക്കുകൾ 1 മിനിറ്റ് ആരുടെ മേലെങ്കിലും വീണാൽ അവന്റെ ശ്വാസം തന്നെ നിന്നുപോകും. ബ്രൂസ് ലീയുടെ കിക്കുകൾ വെറും ആക്രമണങ്ങളല്ല, അവ ഒരു കൊടുങ്കാറ്റായിരുന്നു. 6. 330 പൗണ്ടിന്റെ ബാഗ് പറത്തുക. 150 കിലോ ഭാരമുള്ള മണൽ ബാഗിനെ ഒരേ കിക്കിൽ ആകാശത്തേക്ക് പറത്താൻ കഴിയുമോ? സാധാരണ മനുഷ്യന് ഇത് അസാധ്യമാണ്, പക്ഷേ ബ്രൂസ് ലീക്ക് സാധ്യമായിരുന്നു. ഒരു പരിശീലന സെഷനിൽ 330 പൗണ്ടിന്റെ മണൽ ബാഗിനെ ഒരേ കിക്കിൽ ആകാശത്തേക്ക് പറത്തി. സാധാരണ മനുഷ്യർ ആ ബാഗിനെ അനക്കാൻ പോലും ഭയപ്പെടും, പക്ഷേ ബ്രൂസ് ലീ ഒറ്റ അടിയിൽ അതിനെ പറത്തി. അവന്റെ കിക്കുകൾ അത്ര ശക്തമായിരുന്നു, ബാഗ് പിടിച്ചിരുന്നവർ പോലും പിന്നിലേക്ക് ഊർന്നുപോയി. ചിലപ്പോൾ ബാഗ് പിടിക്കുന്നവരെ മാറ്റേണ്ടി വന്നിരുന്നു, കാരണം ആർക്കും ആ ശക്തിയെ താങ്ങാൻ കഴിഞ്ഞില്ല. ഈ അത്ഭുതം ബ്രൂസ് ലീയുടെ അസാധാരണ ശക്തി, വേഗത, നിയന്ത്രണം എന്നിവയ്ക്ക് ഒരു ഉദാഹരണമാണ്. 7. ക്യാമറയേക്കാൾ വേഗം. ഒരു മനുഷ്യൻ ക്യാമറയേക്കാൾ വേഗത്തിൽ ചലിക്കാൻ കഴിയുമെന്ന് നിനക്ക് കേട്ടിട്ടുണ്ടോ? ഇത് തമാശയല്ല, ബ്രൂസ് ലീയുടെ കാര്യത്തിൽ ഇത് സത്യമാണ്. അവന്റെ ചലനങ്ങൾ അത്ര വേഗതയുള്ളവയായിരുന്നു. ആ കാലത്ത് 1 സെക്കൻഡിൽ 24 ഫ്രെയിമുകളിൽ റെക്കോർഡ് ചെയ്തിരുന്ന ക്യാമറകൾക്ക് പോലും അവന്റെ ചലനങ്ങളെ ശരിക്കും പകർത്താൻ കഴിഞ്ഞില്ല. അവന്റെ പഞ്ചുകളും കിക്കുകളും ക്യാമറയിൽ ഒരു മങ്ങിയ നിഴലായാണ് കാണപ്പെട്ടിരുന്നത്. സംവിധായകരും ക്യാമറമാൻമാരും അത്ഭുതപ്പെട്ട് അവന്റെ ചലനങ്ങൾ പകർത്താൻ ക്യാമറയുടെ വേഗത കുറയ്ക്കേണ്ടി വന്നു. സാധാരണയായി സ്ലോ മോഷൻ സ്റ്റൈലിനായാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ബ്രൂസ് ലീയുടെ കാര്യത്തിൽ അത് ആവശ്യമായിരുന്നു. കാരണം അവൻ ക്യാമറയേക്കാൾ വേഗത്തിൽ ചലിച്ചിരുന്നു. ഒരു മനുഷ്യന് യന്ത്രത്തെ മറികടക്കാൻ കഴിയുമോ? ബ്രൂസ് ലീ അതിനെ സാധ്യമാക്കി. 8. നഞ്ചാക്ക് കൊണ്ട് തീപ്പെട്ടിക്കോൽ കത്തിക്കുക. ബ്രൂസ് ലീ നഞ്ചാക്ക് ഉപയോഗിച്ച് തീപ്പെട്ടിക്കോൽ കത്തിക്കുമായിരുന്നു. അതെ, ഒരാളുടെ വായിൽ വച്ചിരിക്കുന്ന തീപ്പെട്ടിക്കോലിനെ അതിനെ തൊടാതെ നഞ്ചാക്ക് കൊണ്ട് കത്തിക്കും. അവൻ നഞ്ചാക്കിൽ തീപ്പെട്ടിപ്പെട്ടിയുടെ പരിപരുത്ത ഭാഗം ഒട്ടിച്ച് ഒറ്റ ചലനത്തിൽ തീപ്പെട്ടിക്കോൽ കത്തിക്കും. ഒരു തെറ്റും വരുത്താതെ, തികഞ്ഞ കൃത്യതയോടെ. അതോടെ നിന്നില്ല, പിന്നീട് വായുവിൽ പറക്കുന്ന തീപ്പെട്ടിക്കോലുകളെ പോലും നഞ്ചാക്ക് കൊണ്ട് കത്തിച്ചു. ഇത് ഒരു സ്പെഷ്യൽ എഫക്റ്റ് അല്ല, ഇത് ബ്രൂസ് ലീയുടെ വേഗത, കൃത്യത, മനസ്സും ശരീരവും തമ്മിലുള്ള ഏകോപനം. ഇത് മനുഷ്യന്റെ കഴിവിനപ്പുറമുള്ള ഒരു അത്ഭുതമാണ്. സുഹൃത്തുക്കളെ, ബ്രൂസ് ലീയുടെ ഈ 8 അത്ഭുതങ്ങൾ മനുഷ്യന്റെ കഴിവിനെ മറികടക്കുന്നവയാണ്. അവൻ വെറും ഒരു ആയോധന കലാകാരൻ മാത്രമല്ല, ഒരു ഇതിഹാസം, ഒരു ശക്തി, ഒരു പ്രചോദനം. ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കൂ. കൂടാതെ ഞങ്ങളുടെ ചാനലിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പക്കലുള്ള മണി ഐക്കണും ആക്ടിവേറ്റ് ചെയ്യൂ. നന്ദി സുഹൃത്തുക്കളെ, കണ്ടതിന് നന്ദി.